അവസ്ഥയെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖവും ഏറ്റവും കുറച്ച് സുഖവും മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഏറ്റവും കൂടുതൽ സുഖവും ദുഃഖം കുറച്ചും കിട്ടിക്കൂടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ദുഃഖങ്ങളും വളരെ കുറച്ച് സുഖവുമാണ്. അതിനൊരു കാരണം ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദുഃഖത്തെ ആഗ്രഹിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ദുഃഖവും നമുക്ക് വലിയ ദുഃഖമായി അനുഭവപ്പെടും. നമ്മൾ എപ്പോഴും സന്തോഷത്തെ ആഗ്രഹിക്കുക. എത്ര സന്തോഷം കിട്ടിയാലും, എത്ര ആനന്ദകരമായ അവസ്ഥ ഉണ്ടായാലും പിന്നെ നമുക്ക് മതിയാവുന്നേയില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് എത്ര വലിയ സുഖം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമുക്കത് വളരെ ചെറിയ സുഖമായിട്ട് അനുഭവപ്പെടുക. കാരണം എന്താ? നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ വരണമെന്നാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ചെറിയ ദുഃഖം വരുന്നത്. ഉടൻ ആ ചെറിയ ദുഃഖം നമുക്ക് വലിയ ദുഃഖമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെല്ലാം നിസ്സാരവൽക്കരിച്ച് കാണുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു സന്തോഷത്തെ പോലും നമുക്ക് നമ്മുടെ മനസ്സിൽ അത് വലിയ സന്തോഷമായിട്ട് നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക. അങ്ങനെ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും ദുഃഖമുണ്ടാകുന്നു എന്ന പരാതി ഒഴിവാക്കാം. എന്നും നമുക്ക് സന്തോഷത്തെ അനുഭവിക്കുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. മറ്റാർക്കും നമുക്ക് സന്തോഷം നൽകാനായിട്ടാവില്ല. കാരണം നമ്മുടെ മനസ്സ് നമ്മുടേത് മാത്രമാണ്. മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് സന്തോഷമുള്ളതായിരിക്കും. നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വളരെ സന്തോഷമുള്ളതായിരിക്കും. കാരണം ദുഃഖവും സുഖവുമെല്ലാം ആപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സുഖത്തെ കണ്ടെത്തുക. അത് മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാകാതിരിക്കുന്നത് കൂടെ ആയാൽ അത് വളരെയധികം നല്ലത്. നമ്മുടെ പൂർവിക ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ നിങ്ങളുടെ സുഖത്തിനായിട്ട് ആചരിക്കുന്ന കാര്യങ്ങൾ അപരന്മാരുടെ ദുഃഖത്തിന് ഇടവരാത്തതുകൂടെ ആയിരിക്കണം. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അത്രയും ശ്രദ്ധിച്ചാൽ മതി. സന്തോഷത്തോടെ സുഖത്തോടെ ഇരിക്കാനായിട്ട് ചെറിയ സുഖത്തെയും ചെറിയ സന്തോഷത്തെയും നമ്മൾ മനസ്സിലേക്ക് സ്വീകരിക്കുകയും അത് ആ ദിവസം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന തിക്താനുഭവങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്ന നമുക്ക് മനസ്സിന് വിഷമകരമായ അവസ്ഥകളെയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക കൂടെ ചെയ്യുക. നിസ്സാരവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ശരിയാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതെന്നല്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താൽ അത് നമുക്ക് ദുഃഖമായിരിക്കും, ദേഷ്യപ്പെടൽ. പക്ഷേ അത് നമ്മളുടെ കുഴപ്പം കൊണ്ട് തന്നെ ഉണ്ടായതാണെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുക എന്ന അർത്ഥമല്ല എടുക്കേണ്ടത്. ആ ശരിയെ, നമ്മൾ ചെയ്ത തെറ്റിനെ ശരിയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം അവർ പറഞ്ഞ വാക്കുകളെ മനസ്സിലിട്ട് വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാതെ അതിനെ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും അതിനോട് തുറന്നു കിട്ടുന്ന സന്തോഷകരമായ അവസ്ഥയെ നമ്മൾ മനസ്സിലേക്ക് എപ്പോഴും സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ ദിവസം എപ്പോഴും സന്തോഷകരമായിരിക്കട്ടെ. ദുഃഖം വളരെ കുറഞ്ഞു മാത്രം വരാനിടയാകട്ടെ. അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ അതിന് പരുവമാക്കുക. എല്ലാവർക്കും നമസ്തേ.